90.8 റേഡിയോ മീഡിയ വില്ലേജിൽ ഇതാ വീണ്ടും സംഗീത മഹോത്സവത്തിന് തിരി തെളിയുന്നു. മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്. റേഡിയോ മീഡിയ വില്ലേജ് 90.8 പ്രസന്റ് മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നമ്മളിങ്ങനെ സെമി ഫൈനലിൽ എത്തി നിൽക്കുകയാണ്. ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ഈ ഒരു മ്യൂസിക് ധമാക്കയുടെ ആദ്യം മുതലുള്ള പല സ്റ്റേജുകളിലായിട്ട് മത്സരിച്ചത്. അവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 22 പേരാണ് ഈ ഒരു വേദിയിൽ മാറ്റൊരുക്കുന്നത്. ഓരോരുത്തരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഞങ്ങൾക്കും ഗ്രാൻഡ് ഫിനാലയിലും മത്സരിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് അവർ ഓരോരുത്തരും മത്സരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാം. വേദിയിലേക്ക് എത്തുന്നു ആൻഡ്രിയ റോസ്ബെൻ. ഏറെ സ്നേഹത്തോടെ ആൻഡ്രിയ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ്രിയ, മ്യൂസിക് ധമാക്കയുടെ വേദിയിലേക്ക് സ്വാഗതം. എന്ത് തോന്നുന്നു? സെമി ഫൈനലിൽ എത്തി നിൽക്കുകയാണ്. ഒരുപാട് കുട്ടികൾ, നിങ്ങൾ തന്നെ കണ്ടതാണ്, ഒരുപാട് കുട്ടികളാണ് ഇതിൻ്റെ ഓഡീഷൻ തൊട്ട് പങ്കെടുത്തു തുടങ്ങിയത്. ഇപ്പോൾ എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അതൊക്കെ ഒന്ന് പറ. ഞാൻ ബിലീവേഴ്സിലാണ് പഠിക്കുന്നത്, തിരുവല്ലയിൽ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പം നമ്മുടെ സെമി ഫൈനലിലെ ഫസ്റ്റ് റൗണ്ടിലേക്ക് നമുക്ക് പോകാം അല്ലേ? ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നമ്മൾ പാട്ട് പാടി അടിച്ച് പൊളിക്കാൻ വന്ന അത്രയും കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ സെമി ഫൈനലിലെ ഫസ്റ്റ് റൗണ്ട് ഓൾഡ് ഈസ് ഗോൾഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓൾഡ് ഈസ് ഗോൾഡിൽ ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? രാജഹംസമേ. ഓക്കെ, വീണ്ടും ചിത്ര ചേച്ചി പാടി അനശ്വരമാക്കിയ ഒരു ഗാനമാണ് രാജഹംസമേ എന്നുള്ള പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന. ആൻഡ്രിയ, അടിച്ചു പൊളിച്ചോളൂ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. രാജഹംസമേ മഴവിൽ കൊടിലിൽ സ്നേഹദൂതുമായി വരുമോ? സാഗരങ്ങളിൽ മറുവാക്കുമിണ്ടുമോ? എവിടെ എൻ്റെ സ്നേഹഗായകൻ? ഓ
രാജഹംസമേ മഴവിൽ കൊടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹഗായകൻ ഓ രാജഹംസമേ. യെസ് ആൻഡ്രിയ, എങ്ങനെ പാടിയെന്ന് തോന്നുന്നു? നന്നായിട്ട് പഠിച്ച പോലെ തന്നെ പാടാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് അങ്ങ് പോയാലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ സെമി ഫൈനലിലെ സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് അന്യഭാഷാ ഗാനങ്ങൾ എന്ന റൗണ്ടാണ്. ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? മേരി ഡോൾനാസൻ. അടിപൊളി. ആ ഒരു പവറോടെ, ആ ഒരു ഫുൾ ഗ്രേസോടെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. मेरे डोलना सुन, मेरे प्यार की धुन, मेरे डोलना सुन. मेरे डोलना सुन, मेरे प्यार की धुन, मेरे डोलना सुन, मेरी चाहती तो फिजा में बहेगी, जिंदा रहेगी होके फना. तननन तुम तान धीरे धीरे ना. मेरे डोलना सुन, मेरे प्यार की धुन, मेरे डोलना. सातेरे मर के भी तुझको चाहेगा दिल, तुझे ही बेचैनियों में आएगा दिल. सातेरे मर के भी तुझको चाहेगा दिल, तुझे ही बेचैनियों में आएगा दिल. मेरे गीसों की साए में तेरे राहतों की खुशबू है, तेरे बगैर क्या जीना. मेरे रोम में तो है, मेरे चूड़ियों के कन कन से तेरी सदाएं आती है. ये दूरियां हमेशा ही नास्ती कहाँ बुलाते हैं ओ पिया. सानिदा निधमा मगसनि धनि सगमा. मगसनि धनि सगमा ग मा ग सानि ध मग पदनि सानि ध मग पदनि सा नि ध नि धनि सा धनि सा धनि सा धनि सा. मदनी 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 धनि सा धनि सा धनि सा. मदनी 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 सा मदनी सा मदनी सा मदनी सा. सानि धम सानि धम सानि धम सानि धम. मम ग ग स स नि स स नि द द नि स स नि द द मम ग ग स स नि द नि द स स स म द स स स. मेरे ढोलना सुन, मेरे प्यार की
सांसों में तेरी सरगमी है अब रात दिन जिंदगी मेरी तो कुछ ना अब तेरे बिन सांसों में तेरी सरगमी है अब रात दिन जिंदगी मेरी तो कुछ ना अब तेरे बिन तेरी धड़कनों की सरगोशी मेरी धड़कनों में बजती है मेरे जागती निगाहों में ख्वाहिश तेरी ही सजनी है मेरे ख्याल में हर पल तेरे ख्याल शामिल है लम्हे जुदाई होने वाले मुश्किल बड़ी मुश्किल है ओ पिया मेरे ढोलना सुन ആൻഡ്രിയ, രണ്ട് നല്ല പാട്ടുകൾ, ഈ രണ്ട് പാട്ടുകൾ സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും സ്പെഷ്യൽ കാരണമുണ്ടോ? നല്ല പാട്ടായിട്ട് രണ്ടും നല്ല പാട്ടാണ്, ഇഷ്ടപ്പെട്ടെടുത്തതാണ്. അപ്പം എങ്ങനെ പാടിയെന്ന് തോന്നുന്നു? ആഗ്രഹിച്ച പോലെ പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാതെ പാടാൻ പറ്റും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം അല്ലേ? ആന്റണി സാർ, എങ്ങനെ ഉണ്ടായിരുന്നു ആൻഡ്രിയയുടെ ഈ ഒരു പെർഫോമൻസ്? ആൻഡ്രിയ റോസ്ബെൻ മനോഹരമായ രണ്ട്, ഒരു വിധത്തിൽ പറഞ്ഞാൽ സെക്കൻഡ് സോങ് ഒരു ഹെവി പാട്ടാണ് അല്ലേ? മറ്റേ രാജഹംസമേ നമ്മൾ നേരത്തെ സാർ പറഞ്ഞ പോലെ ജോൺസൺ മാഷിൻ്റെ സംഗീത സംവിധാനത്തിലെ ചിത്ര ചേച്ചി പാടി വലിയ ഹിറ്റാക്കിയ പാട്ടാണ് രാജഹംസമേ. ഒരു അത് ഭയങ്കര ലൈൻസ്, അതിൻ്റെ ശ്രുതിയെ സംഗതികളൊക്കെ ഇങ്ങനെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. ഇത് പിന്നെ ഹിന്ദി ഹെവി സോങ് ആണ്. ഇത് നമ്മൾ ഓർക്കസ്ട്രയുടെ ബാക്കിംഗ് ഒക്കെ വരുമ്പോഴേ ആ ബഹളത്തിൽ അങ്ങ് പോവാണ്. നല്ല മനസ്സിലായി, നല്ല ഒരു പെർഫോമൻസ് ലെവലിൽ നല്ല പാട്ടാണ് ഇതൊക്കെ. നല്ല സ്റ്റേജിലൊക്കെ പാടിയാൽ കയ്യടി ഉറപ്പാണ്. പക്ഷേ നമ്മൾ പാടുമ്പോൾ ഒരു കാര്യം ഓർത്താണ്, പാട്ട് ഞാൻ നേരത്തെ ആൾക്കാരോട് പറഞ്ഞ പോലെ പാട്ട് പാട്ടായിട്ട് തന്നെ ഒന്ന് കേൾക്കണം. അതിൻ്റെ നോട്ട്സ് എങ്ങനെയൊക്കെയാണ് പോകുന്നത്, സ്വരങ്ങൾ എങ്ങനെയൊക്കെയാണ്. അപ്പോൾ സ്വരങ്ങൾ ക്ലാസിക്കൽ പഠിച്ചാണോ? അല്ല, പഠിച്ചല്ല. ക്ലാസിക്കലൊക്കെ പഠിച്ചാലേ നമുക്ക് ആ സ്വരങ്ങളുടെ സ്ഥാനങ്ങളുണ്ടല്ലോ. ഇപ്പോൾ സാ പാടേണ്ടവർക്ക്, രീ പാടേണ്ടവർക്ക് ഓരോ രാഗങ്ങൾക്കും പല റൂട്ടുകളാണ് പാടുന്നത്. മയമളവ് ഗൗള പാടുന്ന പോലെയല്ല ശങ്കരാഭരണ രാഗം പാടുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ രാഗങ്ങളുണ്ട്. അപ്പോൾ ഈ അങ്ങനെ ധാരാളം 72 മേളകർത്താ രാഗങ്ങൾ, അതിൻ്റെ സബ്ഡിവിഷൻസ് എന്നൊക്കെ പറഞ്ഞ് കുറേ രാഗങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരിയധികം രാഗങ്ങളുണ്ട്. ജന്യരാഗം, ജനകരാഗം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതെല്ലാം ഓരോ, ഇതിപ്പോൾ ഈ സംഗീത സംവിധാനം ചെയ്ത് ആരുടെ സംഗീതത്തിലുള്ള പാട്ടായത് അറിയാമോ? ഭൂൽ ഭയ്യ എന്ന് പറഞ്ഞ സിനിമ ആണല്ലേ? യെസ്. ഇത് പാടിയിരിക്കുന്ന ശ്രേയ ഘോഷ്. അപ്പം അത് നല്ല ഫീലുള്ള, നല്ല സ്പീഡ് റിതം, കറക്റ്റ് നോട്ട്സ് എല്ലാം കൂടെ ആയാലും നല്ല ഹെവി പാട്ടാണ്. പക്ഷേ അത് എടുത്തതിലെ കൺഗ്രാജുലേഷൻ കേട്ടോ കേട്ടോ, അത് നന്നായിരിക്കുന്നു അല്ലേ? പിന്നെ രാജഹംസമയും എടുത്തതിൽ പിന്നെ അപ്ലോസ് ചെയ്യുന്നു. എല്ലാം മൊത്തത്തിൽ ടോട്ടലി നല്ലൊരു ഫീലായിരുന്നു, നല്ല പാട്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ട്രെയിനിങ് ഒക്കെ നേടി കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാവുന്ന ഗായികയാണ്. പിന്നെ ട്രെയിനിങ് നേടണം പേരൻസിനോടൊക്കെ പറഞ്ഞു കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു അന്നീസ് സാർ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഇനി ഷൈസാറിൻ്റെ ഒപ്പീനിയനും കൂടെ ഒന്ന് കേട്ടാലോ. ഷൈസ് സാർ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ആൻഡ്രിയയുടെ പെർഫോമൻസ്? ആൻഡ്രിയ രണ്ട് പാട്ടും നന്നായിട്ട് പാടി, നല്ല സെലക്ഷനാണ്, നല്ല ടഫായിട്ടുള്ള രണ്ട് പാട്ടുകളാണ് എടുത്തത്. ഇപ്പോൾ ആൻഡ്രി സാറ് പറഞ്ഞ പോലെ നമ്മുടെ ശ്രുതിയുടെ ഒരു അല്ലെങ്കിൽ ലയനത്തിൻ്റെ ചെറിയൊരു വിഷയം പാട്ടിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആൻഡ്രിയയുടെ വോയിസിന് ചെറിയ സ്ക്രാച്ച് ഉണ്ടെന്ന് തോന്നുന്നു. സ്ക്രാച്ച് വന്നിട്ടുണ്ട്. സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തോട്ട് നമ്മുടെ തൊണ്ട നിൽക്കിയല്ല, അങ്ങോട്ട് സ്ലിപ്പാകാൻ സാധ്യതയുണ്ട്. കൂടുതലോ കുറവോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു വിഷയം പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. എങ്കിലും നന്നായിട്ട് പാടി. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. നല്ല വാല്യുബിൾസ് ആയിട്ടുള്ള കമൻസ് ആണ് സാറുമാർ തന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, കുറച്ചുകൂടെയൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് തരിക. നല്ലൊരു സിംഗർ ആകാൻ പറ്റുമെന്നാണ് നമ്മുടെ ആൻ്റണി സാറും ഷായി സാറും ഒക്കെ പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും ഗ്രാൻഡ് ഫിനാലിലേക്ക് എത്തണ്ടേ? പിന്നെ ആഗ്രഹമുണ്ട്. അപ്പം ആൻഡ്രിയെ പോലെ തന്നെ ഞങ്ങളും ആഗ്രഹിക്കുകയാണ് ആൻഡ്രിയ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തട്ടെ. അപ്പോൾ അതിനായിട്ട് റിസൾട്ട് അറിയാനായിട്ട് നമുക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കണം. നമ്മുടെ കുറച്ച് മത്സരാർത്ഥികൾ കൂടി മത്സരിക്കാനുണ്ട്. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. ദിസ് ഈസ് റേഡിയോ മീഡിയ വില്ലേജ് 90.8 മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണിക്കല കല്യാണം.